ഇന്ന് പണമുണ്ടാക്കാനുള്ള ഏറ്റവും വലിയ മാർഗം മതമാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊരു മുസ്ലിയാരുടെ ഒരു പ്രഭാഷണം കേട്ടതാണ്. റസൂലിനെ സ്വപ്നം കണ്ടതും അതിൻ്റെ അതിശയോക്തി കലർത്തി മുന്നിലിരിക്കുന്ന ആളുകളെ ഇങ്ങനെ പറഞ്ഞ് കൊതിപ്പിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഇതൊക്കെ പണം ഉണ്ടാക്കാനുള്ളൊരു മാർഗ്ഗമാണ്. അതുപോലെ തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടു, എപ്പോഴത്താണെന്നറിയില്ല, പുതിയ തന്നെയാണ്. അത്ഭുതം തോന്നി. ഒരു പാസ്റ്റർ, ഒരു ക്രിസ്ത്യൻ, അദ്ദേഹം പ്രഭാഷകനാണെന്ന് തോന്നുന്നു. അദ്ദേഹം ദൈവത്തിൻ്റെ ശബ്ദം പ്രേക്ഷകർക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നത്, ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചത് അദ്ദേഹം റെക്കോർഡ് ചെയ്തു. ആ ശബ്ദം വിശ്വാസികൾക്ക് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ കഥകളൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, പാകിസ്ഥാനിലെ ഒരു മുല്ല ഒരു തസ്ബീഹ് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ, അത് പറയുമ്പോഴേ നിങ്ങൾക്ക് ആളെ മനസ്സിലാവുള്ളൂ. മൈക്കിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ ഊതിയിട്ട് വിറപ്പിക്കുന്ന ഒരാൾ, അയാളങ്ങനെ കളിയാക്കിക്കൊണ്ടുള്ള ഒരുപാട് ട്രോളുകളൊക്കെ ഉണ്ടാകാറുണ്ട്. അയാൾ സാധാരണക്കാരനായിരുന്നു. ഇന്ന് അദ്ദേഹം കോടികളുണ്ടാക്കി ഈ ഒരു സംവിധാനത്തിലൂടെ ആളുകളെ പറഞ്ഞു പറ്റിച്ച്. അദ്ദേഹം പരിപാടിക്കൊക്കെ വരുന്നത് ഹെലികോപ്റ്ററിലാണത്രേ. പാകിസ്ഥാനിൽ പറഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞത്. ഏതായാലും അദ്ദേഹത്തെ കയ്യോടെ പൊക്കി ഇപ്പോൾ ആളുള്ളിലുള്ളത് പാകിസ്ഥാൻ ഗവൺമെൻറ്. അതേപോലെ തന്നെ ഒരാൾ നടന്ന ഹജ്ജിന് വന്നിരുന്നു നമ്മുടെ നാട്ടിൽ നിന്ന്. നമ്മളൊക്കെ നടന്ന് ഇവിടെ എത്തട്ടെ, ഒരു ബുദ്ധിമുട്ടിലും പെടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാനടക്കം പ്രാർത്ഥിച്ചിരുന്നു. അദ്ദേഹം ഉത്തരേന്ത്യയിലെ പാവപ്പെട്ട വിശ്വാസികളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആരെങ്കിലും ബിസിനസ് ചെയ്യാനും പൈസ ഉണ്ടാക്കാനും താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും നല്ലൊരു മാർഗം വിശ്വാസികളെ പറ്റിക്കുക എന്നുള്ളതാണ്.